അപ്പം ഗെയ്സ് ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. ചായ ഞങ്ങളങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ആഗ്രഹങ്ങളൊക്കെ തോന്നുന്ന സമയത്ത് ഞങ്ങൾ മൂന്നുപേരും കൂടെ ചായ ഇട്ട് കുടിക്കാറാണ് പതിവ്. ഞങ്ങൾ കൂടുതലും കട്ടൻ്റെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മുഖം ശ്രദ്ധിച്ചത്. മുഖം നല്ല രീതിയിൽ ടാനൊക്കെ അടിച്ചിട്ട് എന്തോ വല്ലാണ്ടൊരു ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു സ്കിൻ കെയർ ആയാലോ എന്ന്. അപ്പോൾ സ്കിൻ കെയറിന് വേണ്ട സാധനം എന്ന് വെച്ചാൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഓറഞ്ച് വാങ്ങിക്കുന്ന സമയത്ത് ഒരിക്കലും തൊലികളൊന്നും എടുത്ത് കളയരുത്. അത് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എടുത്തേക്കെന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ച് വെച്ചിരുന്ന ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതും അതിൻ്റെ കൂടെ തന്നെ നല്ല നാടൻ മഞ്ഞൾ പൊടിച്ച മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ തൈരും, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. പുറകിൽ ഓരോ ഗോഷ്ടികളൊക്കെ വരുന്നുണ്ട്, അതാരും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പം നമ്മുടെ ഈ തൈര്, നല്ല കട്ട തൈര് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ച്, ഇതിനകത്ത് നമുക്ക് ഹണി വേണമെങ്കിൽ തേൻ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കേട്ടോ. അപ്പം എൻ്റെ നല്ല ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും പാലോ അല്ലെന്നുണ്ടെങ്കിൽ തൈരോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയാണ് മിക്സ് ചെയ്ത് മുഖത്തിടുന്നത്. അപ്പം മുഖം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിശ്രിതം നല്ല രീതിയിൽ മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്ത് മുഖത്തിട്ടാലും അത് നമ്മുടെ കഴുത്തിലും കൂടെ ഇടണം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ കഴുത്തിനും ഫേസിനും തമ്മിൽ രണ്ട് ഡിഫറെൻറ്റ് കളറായി മാറും. അപ്പോൾ ബാക്കി വന്നത് മോനൂടെ തേച്ചിട്ടുണ്ട്. നമുക്കിത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാം ഉപയോഗിക്കാവുന്ന സംഭവമാണ് കേട്ടോ. അപ്പം അതൊന്ന് ഫേസിലൊക്കെ ഒന്ന് പിടിക്കുന്ന സമയം കൂടി ഞാൻ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യാൻ കേട്ടോ. മുറ്റം തൂക്കുകയും ചെടിക്ക് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ഇങ്ങനെ തൂക്കിയിടുന്ന ചെടിയുടെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ കടന്തൽ കൂട് വെക്കാൻ ഇടയുണ്ട്. ഈ ഒരു ചെടിയുടെ അടിയിൽ നല്ല രീതിയിൽ കടന്തൽ കൂട് ഉണ്ടായിരുന്നു. ഞാൻ വെള്ളം നല്ല ഫോഴ്സിന് ഒഴിച്ച് എല്ലാത്തിനെയും തുരത്തി ഓടിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ അത് ഉണങ്ങി പിടിച്ചതിന് ശേഷം നമുക്കത് കഴുകിക്കളയാം കേട്ടോ. നല്ല രീതിയുണ്ട്. കഴുകി കളഞ്ഞതിന് ശേഷമുള്ളൊരു ഫേസാണ്. നല്ല രീതിയിൽ ടാനൊക്കെ മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ മുഖം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.